അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ, പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഒരു ദിക്ർ പഠിപ്പിക്കുന്നു. ആ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അൻ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ തആറ മിനൽ ലൈൽ, രാത്രി സമയം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുമ്മ ഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി എന്ന് ദുആ ചെയ്തു. ഔ ദുആ, അല്ലെങ്കിൽ അവനെ വേറെ ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു, അവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അപ്പൊ രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഫഇൻ തവല്ലഹ വസല്ല, വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ഖുബിലത്തു സ്വലാത്തുഹു, ആ നിസ്കാരം സ്വീകരിക്കപ്പെടും. അപ്പൊ രാത്രി സമയത്തുള്ള നിസ്കാരവും രാത്രി സമയത്തുള്ള ദുആകളും രാത്രി സമയത്ത് ഈ പറഞ്ഞ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആകള് പെട്ടെന്ന് സ്വീകരിക്കും. അവന്റെ ആവശ്യങ്ങള്, അവന്റെ ഉദ്ദേശങ്ങള്, അവന്റെ മുറാദുകള് പെട്ടെന്ന് ഹാസിലായി കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ വലിയ മഹത്വം നിറഞ്ഞ ദിക്റാണ്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മറ, 10 വട്ടം ഒരാൾ പറഞ്ഞാൽ കാന കമൻ അഅതക അർബഅത അൻഫുസിൻ, 4 ആളുകളെ ഇത്ഖ് ചൊല്ലിയ പ്രതിഫലമാണ്. മിൻ വലദ് ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് 4 ആളുകളെ ഇത്ഖ് ചൊല്ലിയ വലിയ പ്രതിഫലമാണ് അവനിക്ക് അല്ലാഹു കൊടുക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ, ഒരു ദിവസം ഈ ദിക്ർ 100 മറ, 100 വട്ടം ഒരാൾ ചൊല്ലിയാൽ കാനത്ത് ലഹു, അവനിക്ക് അല്ലാഹു നൽകുന്നത് അദ്ലു 10 റിഖാബ്, 10 ആളുകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അതുപോലെ തന്നെ 100 നന്മകൾ അല്ലാഹു നൽകും. 100 തിന്മകൾ വായിക്കും. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ആ ദിവസം ശൈത്വാനിൽ നിന്ന് കാവലാണ്. ആ 100 ഈ ദിക്ർ 100 പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വേറെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പറഞ്ഞവരിക്കാണ് ഏറ്റവും മഹത്വം അല്ലാഹു നൽകുന്നത്, ഏറ്റവും ശ്രേഷ്ഠത അല്ലാഹു നൽകുന്നത്. ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞവരിക്കാണ് അല്ലാഹു വലിയ മഹത്വം നൽകുന്നത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ദുബരി സ്വലാത്തിൽ ഫജ്ർ വൽ മഗ്രിബ് 10 മറ. സുബ്ഹി നിസ്കാരത്തിന്റെയും മഗ്രിബ് നിസ്കാരത്തിന്റെയും ഉടനെ 10 വട്ടം ഒരാൾ പറഞ്ഞു. കാല് അനക്കുന്നതിന്റെ മുമ്പ്, ഖബലഅയ്യതകല്ലമ, സംസാരിക്കുന്നതിന്റെ മുമ്പ്, ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് ഒരാള് മഗ്രിബ് നിസ്കാരത്തിന്റെയും സുബ്ഹി നിസ്കാരത്തിന്റെയും ഉടനെ 10 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ കുതിബത ലഹു 10 ഹസനാ, 10 നന്മകൾ അല്ലാഹു നൽകും. 10 തിന്മകൾ അല്ലാഹു മായ്ക്കും. 10 നന്മകൾ അല്ലാഹു നിർത്തും. എല്ലാ
ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു ആ ദിവസം പ്രത്യേകമായ കാവല് നൽകും. ശൈത്താനിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. വലം യംബഗി ലിദംബിൻ അൻ യുദ്രികഹു ഫീ ദാലിക്കൽ യൗമി ഇല്ല ശിർക ബില്ലാഹ്. ശിർക്ക്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് ഒരാളെ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ വലിയ മഹത്വം നിറഞ്ഞ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നാം ഈ ദിക്ർ ചൊല്ലി അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടും. അതുപോലെ തന്നെ ഈ ദിക്ർ എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും മറക്കാതെ 10 വട്ടം ഈ ദിക്ർ ചൊല്ലണം. ദിക്റുകളെ കൊണ്ട് നാം ധന്യമാക്കണം. നമ്മുടെ ദിക്റുകളും ദുആകളും ഖുർആനും മറ്റു സൽക്കർമ്മങ്ങളും റമദാനിൽ മാത്രം ഒതുങ്ങരുത്. എല്ലാ സമയത്തും എല്ലാ ദിവസവും ദിക്റുകൾ മുടങ്ങാതെ ഒരാൾ ചൊല്ലിയാൽ അവന്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ആരെങ്കിലും ഞാനുമായുള്ള ദിക്ർ തിരിഞ്ഞു കളഞ്ഞാൽ, ഒമൻ അറള അൻ ദിക്രി, എന്റെ ദിക്റിനെ തൊട്ട് എന്റെ സ്മരണയെ തൊട്ട് എന്നെ ഓർക്കലിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫൈനലഹു മഈശത്തുൻ ദൻക, അവനിക്ക് ദുനിയാവിൽ കുലുസായ ജീവിതം നൽകും. ദുനിയാവിലും ആഖിറത്തിലും അവന് കഷ്ടപ്പെടേണ്ടി വരും, അവനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം ചൊല്ലണം. അത് റമദാനിൽ മാത്രമല്ല ദിക്റുകൾ ചൊല്ലേണ്ടത്, എല്ലാ ദിവസവും ദിവസവും ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതേപോലെ തന്നെ രാവിലെ ചൊല്ലേണ്ട ദിക്റുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുണ്ട്, രാത്രി കിടക്കാൻ പോകുന്ന സമയം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെയും പതിവാക്കി പോന്നാൽ നമ്മുടെ ജീവിതം നന്നാകും. നമ്മുടെ ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ദിക്റുകളെല്ലാം നമുക്ക് പതിവാക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.